ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 7 LDCയുടെ പ്രിലിമിനറി 4ാം ഘട്ട പരീക്ഷ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളുടേതായിരുന്നു. അത് ഇന്ന് നടന്നല്ലേ. അതിൽ നിന്നും ഞാനിട്ട വീഡിയോയിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. അത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാനിട്ട വീഡിയോയിൽ നിന്നുള്ള 4 ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരെന്ത്? അതിന്റെ ഉത്തരം വിക്രം. അത് ഞാൻ പരീക്ഷ നടക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പിട്ട വീഡിയോ ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയെന്നുള്ളത് അറിയില്ല. അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിൽ നിന്ന് തന്നെ ഫസ്റ്റിലെ ചോദ്യം ചോദിച്ചിരിക്കുന്നു. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? ഉത്തരം വിക്രമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ SK പൊറ്റേക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണെന്നുള്ളത്. അത് ബാലദ്വീപ്, അതുപോലെ തന്നെ ചന്ദ്രകാന്തം, എന്റെ വഴിയമ്പലങ്ങൾ. അത് ഞാൻ ഈ പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോ ആയിരുന്നു. പ്രസിദ്ധമായ ആത്മകഥകൾ എന്നുള്ള അതിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നന്നായി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന്. അത് സഹമന്ത്രി സ്ഥാനമാണ്. അതും ഞാൻ ക്യാബിനറ്റ് മന്ത്രിമാരും കേന്ദ്ര മന്ത്രിസഭയും എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഡൊപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിന്റെ ഉൽപാദന കുറവ് മൂലം ശരീരത്തിന് വിറയൽ, അതുപോലെ തന്നെ പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീരത്തിന്റെ തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ ഉണ്ടാവുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണെന്നുള്ളത്. ഉത്തരം പാർക്കിൻസൺസ്. അതും ഞാൻ സയൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.